حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله الحمد لله الذي جعلنا من أمة سيدنا محمد صلى الله عليه وسلم. والصلاة والسلام على سيدنا محمد سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله العظيم. وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, മുത്തഅല്ലിമുകൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകർ, സുഹൃത്തുക്കളെ, ബഹ്റുൽ ഉലൂമിൻ്റെ ബർക്കത്ത് ആണ് എന്ന് പറയുമ്പോൾ എന്താണ് ബർക്കത്ത്? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ സിയാദത്ത്, വർധനവ് എന്നാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം. അപ്പോൾ ഈ ദുന്യാവിൽ ഒരാൾക്ക് വലിയ പണം ഉണ്ടായാൽ അല്ലെങ്കിൽ മറ്റു വല്ല സ്ഥാനങ്ങളും കിട്ടിയാൽ അത് നമ്മൾ ബർക്കത്ത് എന്നൊക്കെ പറയും. യഥാർത്ഥത്തിലുള്ള ബർക്കത്ത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. വലൗ അന്ന അഹ്ലൽ ഖുറ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ഞാൻ 2 മിനിറ്റ് 10 മിനിറ്റ് സംസാരിക്കും. ഈ ഒരു പല്ലിലൊരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഉള്ളിൽ, അതുകൊണ്ട് ഒരു വേദന ഉണ്ട് സംസാരിക്കുമ്പോൾ, അതുകൊണ്ട് പ്രയാസവുമാണ്. എന്നാലും ഇവിടെ വരാതെ നിവൃത്തില്ല എന്നതുകൊണ്ട് വന്നത്. അള്ളാഹു പറയുന്നു വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ. ഒരു കറിയൻ്റെ അഹ്ലുകാർ വിശ്വസിക്കുകയും അള്ളാഹുവിന് വഴിപ്പെടുകയും ചെയ്താൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നമ്മൾ ബർക്കത്ത് ഇറക്കി കൊടുക്കും. അപ്പോൾ ഈമാനും തഖ്വയും അതിനാൽ കിട്ടുന്ന
വളർച്ചയാണ് യഥാർത്ഥത്തിലുള്ള ബറക്കത്ത്. അത് അള്ളാഹുവിന് തഖ്വ ചെയ്യാനും അള്ളാഹുവിന് പേടിക്കാനും അവൻ്റെ മാരിഫത്ത് ഹാസിലാക്കാനും ഉള്ള സിയാദത്ത്. അത് എല്ലാ കാലവും എടുത്തു വന്നിട്ടുണ്ട്. സ്വഹാബത്തും താബിഈകളും അയിമ്മത്തും മുജ്തഹിദുകളും അല്ലാത്ത വലിയ വലിയ ഇമാമുകളും ഈ ബറക്കത്തെടുക്കുന്നതിനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹീഹുൽ ബുഖാരി നോക്കിയാൽ തന്നെ അതിലുള്ള ഹദീസുകളിൽ വലിയ ഒരു നീണ്ട ഹദീസാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അമീറായി മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിന് വന്നു. വരുന്ന സമയത്ത് വഴിക്ക് ഇടയ്ക്കിടെ ഇറങ്ങി ചില സ്ഥലത്ത് ഇരിക്കുകയും നിസ്കരിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ കൂട്ടുകാർ പറയും, ദുആഹിനുവർത്തകളെ ആ കാണുന്നത് പള്ളിയാണല്ലോ, നിങ്ങൾ ആ പള്ളിയിൽ പോയി നിസ്കരിക്കാതെ ഇവിടെ നിസ്കരിക്കുകയും ഇവിടെ ഇരിക്കുകയും ചെയ്യുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞത്, ആ കാണുന്ന പള്ളി എനിക്കറിയാത്തത് കൊണ്ടല്ല, പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഞാൻ ഹജ്ജിന് വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഇരുന്ന സ്ഥലം ഇതാണ്. ഈ ഇരുന്ന സ്ഥലത്തിൻ്റെ ബർക്കത്ത് പള്ളിയിൽ നിസ്കരിച്ചാലൊന്നും കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബറക്കത്തെടുക്കുന്നത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞതായി സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. വലിയ നീണ്ട ഒരു ഹദീസാണത്. അങ്ങനെ സ്വഹാബത്ത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ബറക്കത്തെടുത്തത് കുട്ടികൾക്കൊക്കെ അറിയാം. കാനൂ യതഖാത്തലൂന ഇൻദ വുളൂഇ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങൾ വുളൂ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് താഴെ വീഴുന്ന വെള്ളം വളൂ ഒരു തുള്ളി പോലും ഭൂമിയിൽ വീഴാൻ അനുവദിക്കാതെ അത് എടുക്കുകയും ശരീരത്തിൽ പുരട്ടുകയും ചെയ്തിരുന്നു. ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടിയ ആളുടെ കയ്യിൽ നിന്ന് ഇദ്ദേഹം തൊട്ട് ബർക്കത്തെടുക്കുന്നു. ഇത് ഇമാം ബുഖാരി സഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് എന്നല്ല എല്ലാ ഹദീസിൻ്റെ കിതാബുകളിലും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂ എടുത്ത വെള്ളം അത് താഴെ വീഴാൻ അനുവദിക്കാതെ അതുകൊണ്ട് ബർക്കത്തെടുത്തിരുന്നു എന്ന്. ഇതിനപ്പുറത്ത് വേറെയുമുണ്ട്, അത് ഞാനിപ്പോൾ പറയുന്നില്ല. അവാമിനകത്ത് റസൂലുള്ളാഹിനെ തരം താഴ്ത്തുന്ന കൂട്ടർ പല ഭാഗത്തുനിന്നും കേൾക്കുന്നത് കൊണ്ട് അവർ തെറ്റിപ്പോകാതിരിക്കാൻ ഇതിൻ്റെ ബാക്കി ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെ ആ ബർക്കത്തെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്.
ഇത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വന്ന് നബി തങ്ങളോട് പറയുന്നു, നബി തങ്ങളെ, എനിക്ക് കണ്ണിന് കാഴ്ച കുറച്ച് കുറവാണ്, അതിങ്ങനെ കുറഞ്ഞ് വരുന്നു, പ്രായമാകുന്നു. അതുകൊണ്ട് ജമാഅത്തിന് ഇവിടെ എത്തിപ്പെടാൻ എപ്പോഴും എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഒരു സ്ഥലത്ത് തങ്ങളൊന്ന് നിസ്കരിച്ചു തരണം, എനിക്കതുകൊണ്ട് ബർക്കത്തെടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അതെ, ഞാൻ വരാമെന്ന് പറയുകയും പിന്നീട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിലേക്ക് ഈ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സഹാബിയുടെ വീട്ടിലേക്ക് ചെന്ന്, അയിന ഉസല്ലി, ഞാൻ എവിടെയാണ് നിനക്ക് നിസ്കരിച്ച് ബർക്കത്തിന് വേണ്ടി സ്ഥലം കാണിച്ചു തരേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ വീട്ടിൻ്റെ ഒരു ഭാഗത്ത് ഒരു പ്രത്യേക സ്ഥലം കാണിച്ചു കൊടുക്കുകയും അവിടെ നബി തങ്ങൾ നിസ്കരിക്കുകയും ചെയ്ത സംഭവം ഹദീസിൻ്റെ കിതാബുകളിൽ മുഴുവനും ഉണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ എല്ലാ സ്വഹാബികളും അതിനുശേഷമുള്ള താബികളും ആലിമീങ്ങളും എല്ലാം സ്വാലിഹീങ്ങളെ കൊണ്ട് ബർക്കത്തെടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുബക്കി റളിയല്ലാഹു അൻഹു ദർസ് നടത്താൻ വന്നു. ഇമാം നവവി റളിയല്ലാഹു അൻഹു ദർസ് നടത്തിയ സ്ഥലത്ത് എന്നിട്ട് ആ സ്ഥലം ഇമാം നവവി ഇരുന്ന ആ സ്ഥലം അവിടെ ഇട്ട് വരക്കുകയും മുഖത്തെ ആ സ്ഥലത്ത് തൊടുകയും ചെയ്തുകൊണ്ട് അത് പറയുന്നു, ഈ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലുകൊണ്ട് ചവിട്ടിയ സ്ഥലമാണ്, അതുകൊണ്ട് ആ സ്ഥലം എൻ്റെ മുഖം അവിടെ തൊടിയിക്കുന്നത് ബർക്കത്തിന് വേണ്ടിയാണെന്ന് ഇമാം സുബക്കി തങ്ങൾ പറയുന്നു. അദ്ദേഹം വലിയ പണ്ഡിതനാണ്. അങ്ങനെ സ്വാലിഹീങ്ങളെ കൊണ്ട് ബർക്കത്തെടുക്കുക, അവരെ കൈപിടിച്ച് ബർക്കത്തെടുക്കുക, അവരുടെ മജ്‌ലിസിൽ ഇരുന്ന് ബർക്കത്തെടുക്കുക, അവരെ ദുആ കൊണ്ട് ബർക്കത്തെടുക്കുക, ഇങ്ങനെ ധാരാളം ബർക്കത്തുകളുടെ തെളിവുകൾ ഉണ്ട്. അതിപ്പോൾ ഇവിടെ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒന്നൊന്നുമല്ല, അത്രയും അധികം ഉണ്ട്. ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞത് താലിബിങ്ങൾക്കൊക്കെ അറിയാം. നുഹാമത്ത്, അതെ, ഇവിടെ റസൂലുള്ളാഹിനെ തരം താഴ്ത്തുന്ന കക്ഷികൾ പറയും, ഇതാ ഇപ്പോൾ മുഹമ്മദ് നബിൻ്റെയും സഹാബികളുടെയും സംസ്കാരം എന്ന് പറഞ്ഞ് അവർ കളിയാക്കുന്നു, അവർ റസൂലുള്ളാഹിനെ പരിഹസിക്കുന്നു, സഹാബത്തിനെ പരിഹസിക്കുന്നു. അതുകൊണ്ടാണ് ഞാനതിപ്പോൾ ഇവിടെ പറയാതിരുന്നത്. മാന്യ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാത്രമല്ല മറ്റെല്ലാ സ്വാലിഹീങ്ങളെ കൊണ്ടും ബർക്കത്തെടുക്കുക എന്ന ഈ സംഭവം എല്ലാ കാലത്തും നടന്നു വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദുൽ അസാത്തീദ് ബഹ്റുൽ ഉലൂം ഷെയ്ഖ് സൈനുദ്ദീൻ ബിൻ അലി ഹസൻ അൽ മഖ്ദൂമി, അവരാണ് നമ്മുടെ നാട്ടിൽ ഒക്കെ ഉസ്താദ് ചുരുക്കി പറഞ്ഞു വരുന്നു. മഹാനവർകൾ ആ മഹാൻ ബഹ്റുൽ ഉലൂം തന്നെയാണ്, ഇൽമിൻ്റെ
ഒരു ഇൽമിൻ്റെ അല്ല, ധാരാളം എല്ലാ ഇൽമുകളുടെയും ബഹർ ആയിരുന്നു. ഏത് സംശയം ചോദിച്ചാലും ആ സംശയത്തിന് മറുപടി കിട്ടാത്ത ഒരൊറ്റ വിഷയവും ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ഒരു വിഷയത്തിൻ്റെ ഗൗരവം പോലെ പെട്ടെന്ന് എഴുന്നേറ്റ് ഇരിക്കും. ഒരൊറ്റ ഇരുന്നിട്ട് നിങ്ങൾ പറഞ്ഞാൽ ആടിനെ മുക്കിക്കറക്കുന്നത് പോലെ ഞാൻ മുട്ടി നമ്മൾ എത്ര ചോദിക്കുന്നോ ആ ചോദ്യത്തിനനുസരിച്ച് അവിടുത്തെ മറുപടി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. വളരെയധികം മസ്അലകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ജംബുൽ ജവാമി ഓതുന്ന സമയത്ത് അവിടെ ബന്നാനിയാണ് സറാഹിൽ അതാ ദലീലുൻ ഇൽസാമിയുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൽസാമിയായ ദലീലാണ്. അപ്പം ഞാൻ രാത്രി ഇഷാന് ശേഷം ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ഇതെന്താ നമ്മളെ ഏറ്റവും വലിയ അടിത്തറയുള്ള ഒരു മസലയാണല്ലോ, ആ മസലക്ക് ദലീൽ ഇൽസാമിയായ ദലീൽ മതിയോ, നമുക്ക് ഖത്ഇയായ ദലീൽ വേണ്ടേ എന്ന് ഞാൻ ചോദിച്ചു. എന്താ മസല? വൽ ഖുദ്റത്തു വൽ ഇസ്തിത്വാഅത്തു മഅൽ ഫിഅലി എന്ന് പറയുന്ന മസലയാണ്. ഓരോ കാര്യവും ചെയ്യുന്ന ആ സമയത്താണ് അല്ലാഹു തആല അതിൻ്റെ ഖുദ്റത്ത് പടച്ചു കൊടുക്കുന്നത്. അതിങ്ങനെ നേരത്തെ പടച്ച് സ്റ്റോക്ക് വെച്ചതല്ല. ഓരോ സമയത്തും ഓരോ സെക്കൻഡിലും അല്ലാഹു തആല അത് പടക്കുകയാണ്. അത് ഇമാം അശ്അരി അതിന് ഒരു മിസാലും പറഞ്ഞിട്ടുണ്ട്, ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരു വെള്ള നിറമുള്ള കുപ്പിയിൽ നിറയെ എണ്ണ ഒഴിച്ചു. എന്നിട്ട് ഒരു തിരി ഉണ്ടാക്കി അതിലിട്ട് മേലെ തലക്ക് തീയും കൊടുത്തു വിളക്ക്. അപ്പോൾ ആ വിളക്ക് ഇങ്ങനെ കത്തുന്ന സമയത്ത് ആ കുപ്പിയിലേക്ക് നോക്കിയാൽ ഈ തിരിയിലൂടെ കയറി വരുന്ന എണ്ണ ഒരിക്കലുള്ള എണ്ണയല്ല, രണ്ടാമത്തെ സെക്കൻഡിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ആ എണ്ണ ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കുക. അതേ സമയത്ത് കുറേ സമയം വിളക്ക് കത്തി കുപ്പിയിലുള്ള എണ്ണ മുഴുവനും വറ്റിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഈ വിളക്കിൻ്റെ തിരി ഉണങ്ങാൻ തുടങ്ങുന്നു. എവിടെയാണ് ഉണങ്ങുക? താഴെ ഭാഗം, മേൽഭാഗമല്ല, താഴെ ഭാഗമാണ് ഉണങ്ങുന്നത്. എണ്ണ പോയപ്പോൾ പിന്നെ ഈ തിരി മുഴുവൻ നനഞ്ഞു കിടക്കുന്ന തിരിയാണ്, അതിൻ്റെ താഴെ ഭാഗം ഉണങ്ങും. അങ്ങനെ അതിന് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ മേലോട്ട് ഉണക്കം ഇങ്ങനെ വ്യാപിച്ച് മേൽപോട്ട് എത്തുമ്പോൾ വിളക്ക് കെട്ടുപോകുന്നു. അപ്പോഴാണ് നോക്കുന്ന ആൾക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ നേരത്തെ കത്തിയ എണ്ണയല്ല ഇപ്പോൾ കത്തുന്നത്. ഓരോ സെക്കൻഡിലും എണ്ണ മാറി ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ അത് മനസ്സിലാവുകയില്ല. അതുപോലെ അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ അനക്കാനും താഴ്ത്താനും പൊക്കാനും ശബ്ദിക്കാനും എല്ലാം അല്ലാഹു തആല അപ്പോൾ പടച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നമുക്കതൊരു
പുതിയതായിട്ട് തോന്നുകയില്ല. അതുകൊണ്ട് ഇൽസാമിയായ ദലീലാണ് എന്ന് മന്നാനി പറഞ്ഞത് ശരിയല്ല. അത് ഖത്ഇയായ ദലീൽ തന്നെയാണ്. ഇൽസാമിയായ ദലീലാണെന്ന് പറഞ്ഞത് ഈ ആയത്ത് ഇഖ്ബാറാണ്. കഴിഞ്ഞു പോയ ഒരു വിഷയത്തെ ഇഖ്ബാർ ചെയ്യുകയാണ് എന്ന് വെച്ചാൽ അത് ഇൽസാമിയാവും. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂല. ആയത്ത് പറഞ്ഞിട്ട് ദലീൽ ഇൽസാമിയുൻ എന്ന് പറഞ്ഞത് നമ്മളെ പതിവ് അങ്ങനെയാണ് എന്ന് പഠിപ്പിക്കാനാണ് ഈ ആയത്ത് കൊണ്ടുവന്നത് എന്ന് വെച്ചാൽ ഇൽസാമിയ ദലീലാണ്. അതിൻ്റെ മാന അങ്ങനെയല്ല. വമാ കുന്നാ മുഅദ്ദിബീന ലൈസ മിൻ ശഅനിനാ വദഅബിനാ വമാ യലീഖു ബിനാ അൻ നുഅദ്ദിബ അഹദൻ ഖബ്ല അൻ നബ്അസ ഇലൈഹി റസൂല എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഒന്ന് എൻ്റെ ജമൽ ജവാമിൻ്റെ ആവശ്യം ഞാനത് എഴുതിയിട്ട് സൈനുദ്ദീൻ അൽ മഖ്ദൂമി, ഷെയ്ഖ് സൈനുദ്ദീൻ അൽ മഖ്ദൂമി ഫിയ അൻഹു എന്ന് ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. എൻ്റെ ജമൽ ജവാമിൻ്റെ പക്കത്ത് നോക്കിയാൽ കാണാം. അങ്ങനെ ഒരുപാട് തഹ്ഖീഖുകളും ശറഹുകളും മഹാനവറുകൾ പറഞ്ഞു തരുമായിരുന്നു. അത് ഉസൂലിൻ്റെ വന്നിലായാലും ശരി, മറ്റ് ഹദീസിലായാലും ശരി. ബുഖാരി വന്ന സമയത്ത് ബുഖാരി ഹദീസിലാണെങ്കിലും ഏത് ഫന്നിലാണെങ്കിലും ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ആ പേരിന് അർഹത തന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ കൂടിയാണ് ആ പേര് തന്നെ പ്രസിദ്ധപ്പെടുത്തിയത്. അല്ലാതെ ശൈഖുന ബഹറുൽ ഉലൂമാണ് ഞാനെന്ന് പറയില്ലല്ലോ. നമ്മളങ്ങനെ പേരിട്ടതാ ശൈഖ് ശിഷ്യന്മാരൊക്കെ കൂടിയിട്ട്. അത് സത്യമാണ്, യാതൊരു സംശയവുമില്ല. അങ്ങനെ ഇൽമിൻ്റെ ബഹറായി എന്ന് മാത്രമല്ല, ഇബാദത്തും തഖ്വയും ഇഖ്ലാസും അങ്ങേയറ്റമുള്ള മഹാനായിരുന്നു. ചാരിയത്ത് ദർസ് നടത്തുമ്പോൾ അവിടെ ഓടുമ്പോൾ ഒരു പ്രാവശ്യം കുറച്ച് മലയാളികൾ തബ്ലീഗുകാർ വന്ന് അവിടെ അങ്ങനെ പള്ളിൻ്റെ മുൻഭാഗത്ത് ഒരു മദ്രസയുണ്ട്. ആ മദ്രസയിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ സംസാരിച്ച് മുതാലിമീങ്ങൾ കുറേ ആളുകളും ഈ തബ്ലീഗുകാരുമായി സംസാരിച്ചു. അപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു തബ്ലീഗുകാർ പറഞ്ഞു, നിങ്ങളെ ഉസ്താദിന് ഭാഗത്തൊന്നുമില്ലല്ലോ, അതൊക്കെ എന്താ അങ്ങനെ കുറവ്? നമ്മളെ ബാങ്കനക്കാരൻ അബ്ബാസുമില്ല ഉണ്ടായിരുന്നു, അല്ലാഹു യർഹമുഹു, ഒരൊറ്റ അടിയെ കൊണ്ട് കൊടുത്ത് ഈ തബ്ലീഗുകാരൻ്റെ. രണ്ടാമത്തെ അടിക്ക് ഞങ്ങൾ അത് സമ്മതിച്ചുമില്ല, ഇങ്ങോട്ടടിക്കാനും സമ്മതിച്ചില്ല. ഏതായാലും നീ എന്താ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത്? അവര് സുബഹിക്ക് അവിടുന്ന് കൊണ്ട് തുടങ്ങുക, എഴുന്നേറ്റ ഉടനെ ഒന്നു ഉണ്ടാക്കി 2 റക്അത്ത് സുബഹിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ച്, പിന്നെ സുബഹി ജമാഅത്തായിട്ട് നിസ്കരിച്ച് തിരിഞ്ഞിങ്ങോട്ട് ഇരുന്ന ഉടനെ തന്നെ നിൽക്കുന്നതായി കഴിഞ്ഞാൽ ദർസ് തുടങ്ങി. ആ ദർസ് രാത്രി 11 മണി വരെ ഉണ്ടാകും. ചിലപ്പം മഗ്‌രിബോടുകൂടി അവസാനിക്കുകയും ചെയ്യും. ഏതായാലും ഈ ഇൽമു കൊണ്ടുള്ള പഠിപ്പിക്കുന്ന ജോലി രാത്രി 11 മണി വരെ ഉണ്ടാകും.
അത് കഴിഞ്ഞിട്ട് ഒരല്പസമയം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് പിന്നെ തഹജ്ജുദ് നിസ്കരിക്കും. അതിനുശേഷം പിന്നെ ഉറക്കില്ല, ദിക്റ് ചൊല്ലി സുബഹി വരെ സമയം കഴിക്കലാണ്. അങ്ങനത്തെ ശൈഖുനാനെ പറ്റിയാണോ നീ ഇബാദത്തില്ല എന്ന് പറഞ്ഞത് ചോദിച്ചിട്ടാ അബ്ബാസ് വയ്യാറെ അടി. ഏതായാലും ശരി, ഇനി ആരും അടിച്ചുവിടൊന്നും വേണ്ട. ഇപ്പോഴിനി ആരും പോയിട്ട് അടിക്കുകയും അങ്ങനത്തെ ഒരാളെ അടിക്കൊന്നും ചെയ്യണ്ട, എന്നൊക്കെ കുഴപ്പമായി പോകും. ഏതായാലും ഞാൻ പറഞ്ഞത് ഇബാദത്ത് തന്നെയാണ്. 24 മണിക്കൂറും ഇബാദത്താണ്. തദാറുസുൽ ഇൽമി സാഅത്തൻ മിനൽ ലൈലി ഖൈറുൻ മിൻ ഇഹ്യാഇഹാ. ഇൽമു കൊണ്ട് ജോലിയാവൽ അത് രാത്രി മുഴുവനും നിസ്കാരം കൊണ്ട് ഹയാത്താക്കുന്നതിനേക്കാൾ ഖൈറാണ്. അത്രയും ഇൽമ് 24 മണിക്കൂറും ഇൽമും നിസ്കാരവും തഹജ്ജുദ് നിസ്കാരവും സ്വലാത്തും ദിക്റും ഇതെല്ലാമുള്ള ഒരു വലിയ ആലിമിനെ പറ്റി ഇബാദത്തില്ല എന്ന് പറഞ്ഞാൽ ഇവൻ പിന്നെ ഏത് ഇബാദത്താ? ഇവൻ്റെ ഇബാദത്ത് എത്ര 1000 കൊല്ലത്തെ ഇബാദത്ത് ഈ ആലിമിൻ്റെ ഒരു ദിവസത്തെ ഇബാദത്തിനോട് വെക്കൂല. ഇങ്ങനത്തെ വിവരമില്ലാത്ത ആളാണ് പറയുന്നത്. ഏതായാലും അൽഹംദുലില്ലാ ആ ബഹറുൽ ഉലൂമിൻ്റെ ഇൽമ് സമ്പാദിക്കാനും അവിടുത്തെ ശിഷ്യനാവാനും സാധിച്ചതിൽ ഞങ്ങളെല്ലാം വലിയ സന്തോഷത്തിലാണ്. അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. മുതഅല്ലിമീങ്ങളോടും പറയാറുള്ളത്, നിങ്ങൾ പഠിക്കുന്ന അറിവ് അനുസരിച്ച് ഇവിടെ ദീൻ പ്രചരിപ്പിക്കണം. അത് ഓരോ കാലത്തും യോജിച്ച നിലയിലാവണം. ഞാൻ അടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും പറ്റൂല. നമ്മളെ ബോളിംഗ് മദ്രസയിലെ ഒരു കുട്ടി ഓർക്ക് നോക്കിയപ്പോൾ ഉറുമാല് കൊണ്ടൊരു അടി കൊടുത്തരും ഒരു മാലിന്യം. ഇപ്പോൾ അത് കേസാണ്. മാലിന്യത്തിൻ്റെ പേരിൽ ഇല്ലാത്ത എന്തൊക്കെയോ ഉണ്ടാക്കി കേസാക്കി വളരെ അപകടത്തിലാണ്. അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട, നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ പറഞ്ഞു കൊടുത്താൽ തന്നെ മതി. അപ്പോൾ പക്ഷേ വലിയ ത്യാഗം സഹിക്കേണ്ടി വരും. ഇവിടെ ദീൻ നിലനിർത്താൻ വലിയ ത്യാഗം വേണ്ടി വരും. നിങ്ങൾ കേട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിൽ മുൻകൂട്ടി ഗൈബ് പറഞ്ഞതുപോലെ, ബദർ യുദ്ധത്തിൽ റസൂലുള്ളാഹി മുൻകൂട്ടി ഗൈബ് പറഞ്ഞല്ലോ. ആദാ മസ്റഉ അബീ ജഹ്ലിൻ, ആദാ മസ്റഉ ഉത്ബത, ആദാ മസ്റഉ ശൈബത, ആദാ മസ്റഉ ഫുലാൻ ഇമ്മ ഫുലാൻ. ഇന്ന ആളുകളൊക്കെ മരിച്ചു വീഴുന്ന സ്ഥലമാണ് ഇത് എന്ന് ചൂണ്ടിക്കാണിച്ച് യുദ്ധത്തിൻ്റെ മുമ്പ് തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. അതുപോലെ ആ റസൂലുള്ളാഹിൻ്റെ മുഅ്ജിസത്ത് പോലെ ഔലിയാക്കൾക്ക് കറാമത്ത് ഉണ്ട്. ആ കറാമത്തിൽപ്പെട്ടതാണ് ഒരു ദിവസം ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തൻ്റെ 4 പ്രധാനപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞു. 4 പ്രധാനപ്പെട്ട ശിഷ്യൻ, ഒന്ന് ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. ബുവൈത്തിയുടെ ചരിത്രം നിങ്ങൾക്ക് സിയറു അഅ്ലാമിൻ നുബലാ തുടങ്ങിയ കിതാബുകൾ നോക്കിയാൽ കാണാവുന്നതാണ്. ആ ഇമാം ബുവൈത്തിയോട് പറഞ്ഞു, നീ ക്ഷമിക്കണം, നിന്നെ ചങ്ങല ഇട്ടിട്ട് ആയിരിക്കും
നിൻ്റെ കഴുത്തിലും കാലിലും ചങ്ങലയിടപ്പെടും ശത്രുക്കളുടെ ഭാഗത്തുനിന്ന്. അങ്ങനെയാണ് നീ മരിച്ചു പോവുക എന്ന് ഇമാം ബുവൈത്തിയോട് പറഞ്ഞു. ഇമാം മുസ്ലിയോട് പറഞ്ഞു, നിനക്ക് ചങ്ങലയിടപ്പെടുകയില്ലെങ്കിലും വേറെ ഒരുപാട് ഷർറുകൾ വരും, നീ അതിലൊക്കെ ക്ഷമിക്കണം. ശക്തിയായ എതിർപ്പുകൾ വരും. ഉബൈത്തി ഇമാം മുസ്ലിയോട് പറഞ്ഞു. മൂന്നാമത്തെ റബീഅ് എന്ന സ്വഹാബ ശിഷ്യനോട് പറഞ്ഞു, നീ എൻ്റെ മക്തൂബാത്തുകൾ എല്ലാം പ്രസിദ്ധീകരിക്കണം, അത് നീ ചെയ്യണം, അതിനുള്ള സൗകര്യം നിനക്ക് ലഭിക്കും. നാലാമത്തെ ശിഷ്യനോട് പറഞ്ഞു, നീ മാലിക്കി മദ്ഹബുകാരനായിരുന്നല്ലോ, ഇപ്പോൾ ഷാഫി മദ്ഹബുകാരനാണ്, നീ മാലിക്കിലേക്ക് തന്നെ മടങ്ങിപ്പോകും എന്ന് പറഞ്ഞു. 4 ശിഷ്യന്മാർ. സഹോദരങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, നിങ്ങൾ പ്രത്യേകമായി മനസ്സിലാക്കണം, അൽ ഖുർആൻ മഖ്ലൂഖുൻ എന്ന് പറയാത്തതിൻ്റെ പേരിൽ ഇമാം ബുവൈത്തിയെ ശത്രുക്കൾ ശിക്ഷിക്കുകയായി. ഇമാം ബുവൈത്തിയെ വളരെയധികം ആക്രമിച്ചു. അവസാനം എന്ത് പറഞ്ഞിട്ടും സ്വീകരിക്കാതെ ഇരുന്നപ്പോൾ കഴുത്തിൽ ഇരുമ്പിൻ്റെ ചങ്ങലയിട്ടു. ആ ചങ്ങലൻ്റെ മുകളിൽ നിന്ന് 40ഓളം റാത്തൽ ഘനമുള്ള ഇരുമ്പിൻ്റെ ഒരു കട്ടി ആ കഴുത്തിലെ ചങ്ങലയിൽ ഇട്ട് താഴോട്ട് കെട്ടിയിട്ടു. എന്നിട്ട് പിന്നെയും പറയുന്നു, ഖുർആൻ മഖ്ലൂഖാണെന്നൊന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പം രക്ഷപ്പെടുത്തി തരാം. മഹാനവറുകൾ പറയുന്നു, അൽ ഖുർആൻ ലൈസ ബി ഖാലിഖിൻ വലാ മഖ്ലൂഖ് ബൽ കലാമുല്ലാഹിൽ ഖദീം. അള്ളാഹുവിൻ്റെ ഖദീമായ കലാമാണ് ഖുർആൻ, അത് ഖാലിഖുമല്ല മഖ്ലൂഖുമല്ല എന്ന് മഹാനവറുകൾ ഉറക്കെ പറഞ്ഞു. അങ്ങനെ ബഗ്ദാദിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ടാണ് മഹാനവറുകൾ ഈ ചങ്ങൽ കെട്ടപ്പെട്ടതിലേക്ക് മരണപ്പെട്ടു പോയത്. ആശയം നിലനിർത്താൻ വേണ്ടി ചെയ്ത ത്യാഗം നിങ്ങൾ നോക്കൂ, ഒരു നിലക്കും വിട്ടുവീഴ്ചയില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ സഹീഹുൽ ബുഖാരിയിൽ പ്രത്യേകമായി ബാബു തമന്നിൽ മൗത്ത് കൊതിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു അധ്യായമുണ്ട് ബുഖാരിയിൽ. ഒരാളും മരണത്തെ കൊതിക്കാൻ പാടില്ല, നീ എന്നെ മരിപ്പിക്കണമെന്ന് പറയാൻ പാടില്ല. കൊല്ലമാക്കാനൽ ഹയാത്തു ഖൈറൻ ലി ഫഅഹീനി അലൽ ഇസ്ലാം വകുല്ലമാക്കാനൽ മൗത്തു ഖൈറൻ ലി ഫതവഫനി അലൽ ഈമാൻ. അല്ലാഹുവേ, എനിക്ക് ഹയാത്ത് ഖൈറാവുന്ന കാലത്തോളം നീ എന്നെ ഇസ്ലാമിലായി ജീവിപ്പിക്കണം, മരണം എനിക്ക് ഖൈറാവുന്ന സമയത്ത് നീ എന്നെ ഈമാനോടുകൂടി മരിപ്പിക്കണം, എന്നല്ലാതെ ഇപ്പോൾ തന്നെ മരിപ്പിക്കണമെന്ന് ദുആ ചെയ്യാൻ പാടില്ല എന്ന് സ്ഥിരപ്പെടുത്തുന്ന ഹദീസുകളെല്ലാം ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് പോലും മഹാനവറുകളുടെ പേരിൽ കള്ളന്മാർ എന്തൊക്കെയോ പറഞ്ഞ് പരത്തി ഉണ്ടാക്കി ഖുർആൻ മഖ്ലൂഖാണെന്ന് പറയുന്ന ആളാണ് ഇമാം ബുഖാരി എന്ന കള്ളത്തരം പ്രചരിപ്പിച്ച് അത് പറയാത്തതിൻ്റെ പേരിൽ വളരെയധികം ആക്രമിച്ചു. സഹിക്കാൻ കഴിയാതെ ആയപ്പോൾ അല്ലാഹുമ്മ ഇന്നക തറാ അഹ്വാലി ളാഖത്ത് അലയ്യൽ അർളു ബിമാ റഹബത് ഫഖുദ്നി ഇലൈക യാ അല്ലാഹ് എന്ന് ഇമാം ബുഖാരി ദുആ ചെയ്തു പോയി.
അല്ലാ, എന്നെ ഈ ശത്രുക്കൾ കാട്ടിക്കൂട്ടുന്ന ഈ ബുദ്ധിമുട്ട് നീ അറിയുന്നുണ്ടല്ലോ, നീ കാണുന്നുണ്ടല്ലോ. വിശാലമായ ഭൂമിയിൽ എൻ്റെ ജീവിതം വളരെ ഗുരുത്തായിപ്പോയി, അതും നീ അറിയുന്നുണ്ടല്ലോ അല്ലാ. അതുകൊണ്ട് നീ എന്നിലേക്ക് തന്നെ പിടിക്കണം എന്ന് ഇമാം ബുഖാരി ദുആ ചെയ്തു. അങ്ങനെ അടുത്ത സമയത്ത് തന്നെ മഹാനവറുകൾ വഫാത്തായിപ്പോയി. ഇങ്ങനെ നാം പരിശോധിച്ച് നോക്കിയാൽ ധാരാളം ആലിമീങ്ങളെ ശത്രുക്കൾ ആക്രമിക്കുകയും അവർക്ക് ഒത്തത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തവരുണ്ട്. പക്ഷെ അവരാരും അതിന് വഴിപ്പെട്ടില്ല. അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചു. അത്രയും ത്യാഗം സഹിച്ചവരായിരുന്നു മഹാന്മാരായ അയിമത്തുകളും മുഹദ്ദിസുകളുമെല്ലാം. അതുകൊണ്ട് ഈ നുസ്രത്തിൽ നിന്ന് പഠിച്ച് പാസ്സായി പോകുന്ന കുട്ടികളോടും അല്ലാത്ത എല്ലാ മുത്തഅല്ലിമീങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നാം വളരെയധികം ത്യാഗം സഹിക്കേണ്ടി വരും, കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും. പക്ഷേ ആരെയും ചീത്ത പറയാനോ തെറി പറയാനോ കളവ് പറയാനോ പോകാതെ നമ്മുടെ ആശയം മാത്രം പഠിപ്പിക്കാൻ ശ്രമിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോടും എന്നോടും ഉപദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹറുൽ ഉലൂമിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ എല്ലാവരെയും സ്വാലിഹീങ്ങളിൽ പെടുത്തി തരട്ടെ. ബഹറുൽ ഉലൂമിൻ്റെ ദർജ അല്ലാഹു ആഖിറത്തിൽ ഏറ്റിക്കൊടുക്കട്ടെ. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ അവരെയും നമ്മളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി തരട്ടെ. ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് ബഹറുൽ ഉലൂമിൻ്റെ പിൻഗാമിയായി ഇഹ്യാഉസ്സുന്ന നടത്തിക്കൊണ്ടുവരുന്ന മഹാനാണ്. അവർക്കും നമുക്കെല്ലാം അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു അവരെയും നമ്മളെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. توفنا مسلمين والحقنا بالصالحين. ഈ സ്ഥാപനം പടുത്തുയർത്തുന്നതിന് പണം കൊണ്ടും വാക്കുകൊണ്ടും സഹകരിച്ച എല്ലാ ആളുകൾക്കും നീ സലാമത്ത് നൽകണേ അല്ലാ. നമ്മളെ ബനിയാസ് ബൈക്ക് അബ്ദുറഹ്മാൻ ഹാജി കുറ്റൂർ മഹാനവറുകൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഓപ്പറേഷന് വിധേയമാക്കപ്പെട്ടു. ഇപ്പോഴും അതിൻ്റെ വിശ്രമത്തിലാണ്. മഹാനവറുകൾ ഉള്ളതിനനുസരിച്ച് എല്ലാ സ്ഥലത്തും ധർമ്മം ചെയ്യുന്ന വലിയ ധർമ്മിഷ്ഠരാണ്. അതിനൊക്കെ പുറമെ ഞങ്ങളുടെ മർക്കത്ത് നോളേജ് സിറ്റിയിലെ ജാമ്യയിൽ ഫുത്തൂഹ് അതിൻ്റെ പരിപാലക കമ്മിറ്റിയുടെ ചെയർമാനാണ്. ആ ചെയർമാൻ സ്ഥാനം ഉപയോഗപ്പെടുത്തും. അവിടെ വന്നിട്ട് എല്ലാ തൊഴിലാളികളെയും വിളിച്ച് ഇവിടെ വൃത്തിയാക്കിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കുകയും ചോദിക്കുകയും വേണ്ടപ്പെട്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ആളാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ആഫിയത്തിനെ ഏറ്റിക്കൊടുക്കട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് നമുക്കും ആഫിയത്തിനെ ഏറ്റിത്തരട്ടെ. ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന് പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി
أجمعين والحمد لله. شكرا لكم يا